എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടും. UDF തകരും. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. BJP എന്നത്തെക്കാളും കൂടുതൽ നിരാശരാകും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. അതിന് കാരണമായി ഞങ്ങൾ കാണുന്നത് കേരളത്തിൽ ഈ ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന വികസന പ്രവർത്തനം. പട്ടിണിക്കിടാത്ത ഒരു സർക്കാരിനെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ഒരു വലിയ രാഷ്ട്രീയമാണ്. ബദൽ രാഷ്ട്രീയം എന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ ആപ്ലിക്കേഷൻ. വളരെ ക്ലിയർ ആണ്. ഈ രാജ്യത്ത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള, ജനങ്ങളുടെ സാധാരണക്കാരുടെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള വളരെ കൃത്യമായ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഞങ്ങൾ പ്രയോഗിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 19 പേരെ വിജയിപ്പിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും സംഭാവനയും, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൃത്യമായി ഈ കേരളം നോക്കിക്കാണുന്നുണ്ട്. എന്താണ് ഈ രാജ്യത്ത് കോൺഗ്രസിന് ബദലായി മാറാൻ കഴിയുന്നത്? പുതിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ ഉറപ്പാണ്. ഇതെല്ലാം തന്നെ വളരെ പ്രസക്തമാണ്. UDF-നകത്ത് തന്നെ വളരെ കൃത്യമായ ചലനങ്ങൾ ഉണ്ടാകും. തകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. വളരെ ഗൗരവതരമായ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുടക്കുന്നതിന് വേണ്ടിയും ജനാധിപത്യപരമായ ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയും തെറ്റായ വഴികളിലൂടെ കടന്നു പോകുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായോ? ഒരു പിടിയുമില്ല. നിനക്കോ? ഇല്ല. രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ UDF-ന് കഴിയുന്നില്ല. രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ നിലപാട്? BJP-ക്കൊപ്പമാണോ അതോ മതേതര രാഷ്ട്രീയത്തിനൊപ്പമാണോ എന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, UDF ദുർബലമായി. എന്തിന്റെ അസുഖമാടാ? രാവിലെ ഗോതമ്പ് ദോശ കുത്തുന്നു. രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ മാത്രം മാറ്റിവെച്ചാൽ അതല്ലാതെയുള്ള കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റം വളരെ പ്രകടമാണ്. അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. VS ഗവൺമെന്റ് മാറി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷം അത് പരാജയപ്പെട്ടു. പക്ഷെ നാമമാത്രമായ സീറ്റുകൾക്കും വോട്ടുകൾക്കുമാണ് നമ്മൾ പരാജയപ്പെട്ടത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്നാൽ 2016 LDF അധികാരത്തിൽ വരുന്നതോ വലിയ തമ്പിങ് മെജോറിറ്റിയിലാണ് വരുന്നത്. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ഇതുവരെ ഞങ്ങൾ ജയിക്കില്ല എന്ന് കരുതുന്ന ചില ഭാഗങ്ങൾ, ഞങ്ങൾ വോട്ട് ചെയ്യാതിരുന്ന വിഭാഗങ്ങൾ, UDF പക്ഷത്തു നിന്നവർ, അവരെല്ലാവരും പുതിയ കാലത്തിന്റെ ചുമരെഴുത്ത് വായിക്കുകയാണ്. അവർ വളരെ കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷത്തോടൊപ്പം നിലപാട് സ്വീകരിക്കുന്നത് കേരളത്തിന്റെ വോട്ടിംഗ് പാറ്റേണിൽ വരുന്ന, ഓപ്ഷനിൽ വരുന്ന ഈ മാറ്റം, ബലാബലത്തിൽ വരുന്ന മാറ്റം വളരെ പ്രകടമാണ്. ഞാൻ വിശ്വസിക്കണല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. അതിന് പുറമെയാണ് UDF-ൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രബലമായ കക്ഷികൾ UDF ബന്ധം ഉപേക്ഷിക്കുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഞാൻ പറഞ്ഞത് VS ഗവൺമെന്റ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ വളരെ കൃത്യമായി ചില ജില്ലകളിൽ തന്നെ കോൺഗ്രസ് നാമാവശേഷമാകുന്നത് കാണാൻ കഴിയും. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം നേരിട്ട് നിയമസഭയിലേക്ക് നടന്ന ബൈ ഇലക്ഷൻസ് ഉണ്ട്. ഒരിക്കലും ഞങ്ങൾ ജയിക്കില്ല. വട്ടിയൂർക്കാവ് ഞങ്ങൾ ജയിച്ചില്ലേ? പാലാ ജയിച്ചില്ല. ഈ കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുള്ളൂ. നീ കുറെ നാളായി കഥനയായിട്ട് നടക്കണേ. വേങ്ങരയിലും മലപ്പുറത്തും ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ ലീഗിന്റെ പൊന്നാപുരക്കോട്ടയിൽ LDF-ന്റെ വോട്ട് കൂടി. ഇതെല്ലാം നമ്മൾ കാണേണ്ട കാഴ്ചയല്ലേ? കോന്നി തുടർച്ചയായി UDF ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമല്ലേ? സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ നടന്ന തെരഞ്ഞെടുപ്പാണ്. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് ചെന്നുണ്ടല്ലോ. നിയമസഭയിലേക്ക് നേരത്തെ ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞു, പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ മറ്റു പലതും പരിഗണിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് പരിഗണിച്ചത്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പല്ലേ? ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF-ന്റെ അടിവേരിളക്കിയില്ല. അങ്ങ് ചോദിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. കേരളത്തിന്റെ ജനങ്ങൾ, ഞങ്ങൾ ഇപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് കേരളത്തിന്റെ ഒരു വിഭാഗം പൊതുവായ ജനങ്ങൾ എങ്ങനെ LDF-നൊപ്പം മാറുന്നു? അതിന്റെ കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയാണ് ഞാൻ പറഞ്ഞത്. ആ എലമെന്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ വിജയത്തെ വളക്കേണ്ടത്. സെക്കുലറാണ് കേരളത്തിന്റെ പൊതുബോധം. രാജ്യത്ത് ഒരു സെക്കുലർ ഗവൺമെന്റ് അധികാരത്തിൽ വരണം. അതിന് ഡൽഹിയിൽ ലെഫ്റ്റിന് അധികമൊന്നും ചെയ്യാനില്ല എന്ന ബോധത്തിൽ
സ്വാഭാവികമായിട്ടും അവർ കോൺഗ്രസിനെ പിന്തുണച്ചു. രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവെല്ലാം തന്നെ ആ ഒരു ഇമ്പാക്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ഇതാണ് അതിന്റെ വസ്തുത. ഞാൻ ഈ പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഡോൺ കൗണ്ട് ദ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച് എന്ന് പറയും. അതായത് കോഴി അട വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിന്റെ കോഴി കുഞ്ഞുങ്ങളെ എണ്ണാൻ പാടില്ല. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പറഞ്ഞ ഏപ്രിൽ 9 പെട്ടിയിലേക്ക് വീണ ഓട്ടാണ്. എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്, യാതൊരു സംശയവും അതിനകത്ത് വേണ്ട. എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ, ആവൽ തന്നെ വന്നിരുന്ന ഓരോരോ ഉപദേശങ്ങൾ. ഇത്രയും നാളത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കതാണ് കിട്ടിയ ഫീഡ്ബാക്ക്. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പല ആളുകളുടെ അടുത്തും ചർച്ച നടത്തി, വ്യക്തിപരമായിട്ട് ചർച്ച നടത്തി, പല മണ്ഡലങ്ങളിലും പോയി പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഫീഡ്ബാക്ക് എടുക്കുകയുണ്ടായി. കാര്യം ഇത് എനിക്കൊരു പഠന മേഖലയും കൂടെ ആയതാണ്. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഭൂരിപക്ഷം ഇല്ലെങ്കിലും അധികാരത്തിൽ വരും. കാരണം ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടർ ഈ ഗവൺമെന്റിന് ഇല്ലായിരുന്നു. ഗവൺമെന്റിനെതിരെ ഒരു ആന്റി ഇൻകംബൻസി ഇല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയം കക്ഷികളാ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നേതാവിനെ ആക്രമിച്ചുകൊണ്ട് ഒരു ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി. പിണറായി വിരുദ്ധർ അല്ലെങ്കിൽ പിണറായിസം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ കുറെ നാളുകൊണ്ട് പിന്നെ കനകോലു പഠിച്ച പണി 18 നോക്കി എന്തെല്ലാം മാർഗങ്ങൾ അവലംബിച്ചു. ഇതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. പിന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഓമന പേരിട്ട് വിളിച്ചിട്ട് സകല വർഗീയ കക്ഷികളുമായിട്ടും നീക്കുപോക്കുകൾ വരുത്താൻ ശ്രമിച്ചു. ബൈ ഹുക്ക് ഓർ ക്രൂക്ക്. ഇതെല്ലാം ജനങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ. ജനങ്ങൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ. ഇവിടെ തന്നെ ഞാൻ താമസിക്കുന്ന വട്ടിയൂർക്കാവിലാണ്, കൊല്ലക്കാരനാണെങ്കിലും. വട്ടിയൂർക്കാവില് കൊട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷം അവിടെ BJPയുടെ ബൂത്തുകളിൽ ഒരൊറ്റ ആൾ പോലും ഇരിക്കാനില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഒരൊറ്റ മനുഷ്യനില്ലായിരുന്നു ബൂത്ത് വോട്ടിടുന്നതിൻ്റെ അന്ന്. അവിടെ ഒരു ബൂത്തിൽ ഒരു ബൂത്ത് ഏജന്റ് പോലും ഒരൊറ്റ, ഏറ്റവും കൂടുതൽ BJP കോർപ്പറേഷൻ കൗൺസിലേഴ്സ് ഉള്ള വാർഡാണെന്നുള്ള കാര്യം ആലോചിക്കണം. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. ഒരാൾ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് അവർ വാനിഷ്ഡ് ഇൻ ടു തിൻ എയർ ആണോ? അവർ അന്തരീക്ഷത്തിലോട്ട് അപ്രത്യക്ഷതായതാണോ? അതോ വായുവായിട്ട് പോയതാണോ? അത് അവരുടെ ആവേശം കെട്ടടങ്ങിയതാണോ? അപ്പൊ ഇത്തരത്തിലുള്ള കൂട്ടുകച്ചവടങ്ങളൊക്കെ ധാരാളം അന്തർധാരകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി ജനം വിലയിരുത്താൻ പോകുന്നത്. ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിന് തൊട്ടുപുറകിന് ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ UDFന്റെ ഒരു MP കേന്ദ്രത്തിലൊരു ചോദ്യം ഉന്നയിച്ചു. നാണക്കേടെന്ന് പറയാം. എൻ്റെ നാട്ടുകാരനായ MP ആണ്, കൊല്ലത്തിലെ NK പ്രേമേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഉന്നയിച്ചത് വളരെ നിർദോഷമെന്ന് തോന്നുന്ന ഒരു ചോദ്യമാണ്. അതിദാരിദ്ര്യ മുക്തി ചെയ്തെങ്കിൽ ഈ റേഷനിങ് ഇതുപോലെ തുടരേണ്ടുന്ന കാര്യമുണ്ടോ, അല്ലെങ്കിൽ റേഷനിങ് അനുവദിക്കുമോ എന്ന് വെച്ചാൽ വേണമെങ്കിൽ റേഷൻ കൂടെ കട്ട് ചെയ്യട്ടെ. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. എപ്പോഴെല്ലാം കേന്ദ്രം നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന സമയത്തിനും അവിടെയെല്ലാം ഭാര്യ ചത്താലും വേണ്ടിയില്ല, മകൻ ചത്താലും വേണ്ടിയില്ല, മരുമകൾ സന്തോഷിക്കരുത് എന്നുള്ള ഒരൊറ്റ പോയിന്റ് അജണ്ടയായിട്ട് ബൈ ഹുക്ക് ഓർ ക്രൂക്ക് അധികാരത്തിൽ വരിക എന്നുള്ള അങ്ങേയറ്റം മ്ലേച്ഛമായ, അങ്ങേയറ്റം വൃത്തികെട്ട തന്ത്രങ്ങളാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.